മീഗോ ക്ലാസ് ലീഡർ സെലക്ഷന് നിൽക്കുമ്പോൾ 30 വോട്ട് കൗണ്ട് ചെയ്യുന്നു. പക്ഷെ അവരുടെ ക്ലാസ്സിൽ 29 പേരാണുള്ളത്. അവൾ എത്ര പ്രാവശ്യം എണ്ണിയിട്ടും അവൾക്ക് 30 പേരെയാണ് കാണുന്നത്. അതുകൊണ്ട് ക്ലാസ് ടീച്ചർ അവളെയും അവളുടെ എതിരാളിയെയും ഒന്നിച്ചെണ്ണാൻ പറയുന്നു. അപ്പോഴാണ് മീഗോ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്. അവൾ എണ്ണുന്ന 30ാമത്തെ ആൾ ഒരു മനുഷ്യനല്ല. എന്നാലും അവൾ ആവശ്യമില്ലാതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് സൈലന്റ് ആയിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ആത്മാക്കളെ കാണുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതിനെപ്പറ്റി ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇത് സ്ട്രെസ് കാരണം വരുന്ന ഹാലൂസിനേഷൻ ആണെന്ന് പറയുന്നു. നോക്കുമ്പോൾ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു ആത്മാവിനെ അവൾ കാണുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന മറ്റാരും അത് കണ്ടതായി തോന്നുന്നില്ല. അതുകൊണ്ട് പേടി കാരണം അവൾക്ക് കരച്ചിൽ വരുന്നു. എന്നാലും അവൾക്കൊരു ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് വീണ്ടും ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു എക്സ്പെർട്ട് നിങ്ങൾ ആത്മാവിനെ കണ്ട് നിലവിളിച്ചാൽ അത് ഓടിപ്പോകുമെന്ന് പറയുന്നു. അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവൾ ഒരു കൊച്ചുകുട്ടിയുടെ ആത്മാവിനെ കാണുന്നു. അതുകൊണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കാൻ ഇവനാണ് കറക്റ്റ് ആണെന്ന് വിചാരിച്ച് അവനെ നോക്കി നിലവിളിക്കുന്നു. പക്ഷെ അവൻ നിനക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ച് അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ഉടനെ അവിടെ നിന്ന് പേടിച്ചോടാൻ തുടങ്ങിയ മീഗോ വീടിനടുത്ത് എത്തിയതും തറയിൽ വീഴുന്നു. ഭാഗ്യത്തിന് അപ്പോൾ അവിടേക്ക് അവളുടെ അച്ഛൻ വരുന്നു. അതിനുശേഷം കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നു. അതിൽ ആത്മാക്കളെ കണ്ടാൽ നിലവിളിക്കാതെ അവയെ കാണാത്തതുപോലെ നിൽക്കാൻ പറയുന്നു. അത് മാത്രമല്ല നിങ്ങൾ നിലവിളിച്ചാൽ അത് നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയുന്നു. അത് കേട്ട് മീഗോയ്ക്ക് കുറച്ച് വിശ്വാസം തോന്നുന്നു. കാരണം ആ കൊച്ചുകുട്ടിയുടെ ആത്മാവ് ഇപ്പോൾ അവരുടെ വീടിനകത്തുണ്ട്. മീഗോ തന്റെ അനിയന് സോസ് കൊടുക്കാനായി വിളിക്കുമ്പോൾ ആ കുട്ടിയുടെ ആത്മാവ് അവളുടെ അടുത്തേക്ക് വരുന്നു. ഉടനെ മീഗോ വീഡിയോയിൽ കണ്ടതുപോലെ അതിനെ കാണാത്തതുപോലെ ആക്ട് ചെയ്യുന്നു. പക്ഷെ അത് വർക്കായി കുറച്ച് സമയത്തിൽ തന്നെ ആ കൊച്ചുകുട്ടിയുടെ ആത്മാവ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം മീഗോ സ്കൂളിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു തെളിച്ചമില്ലാത്ത രൂപം കാണുന്നു. അതുകൊണ്ട് അവൾ അതിനെ കാണാത്തതുപോലെ പോകാൻ തുടങ്ങുന്നു. പക്ഷെ ആ തെളിച്ചമില്ലാത്ത രൂപം അവളെ ഫോളോ ചെയ്തു വന്ന് തോളിൽ കൈവെക്കുന്നു. അതുകൊണ്ട് അവൾ പേടിച്ചു നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് വന്ന് ഇത് നിന്റെ കീച്ചെയിൻ ആണോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് പ്രായമായ ഒരാൾ അവൾ മിസ് ചെയ്ത കീച്ചെയിൻ കൊടുക്കാനായി വന്നതാണ്. എന്നാൽ മീഗോ ടെൻഷൻ കാരണം നിങ്ങൾ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ദേഷ്യം വന്ന അദ്ദേഹം അവളെ വഴക്കു പറയാൻ തുടങ്ങിയതും അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു.